ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 33-ാം അധ്യായം 1 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. യാത്രയിലെ താവളങ്ങൾ. മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഗണഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വെച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റംസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈ ഈജിപ്തുകാർ കാണെ കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം റംസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു. എത്താമിൽ നിന്ന് ബാൽസെഫോന് കിഴക്കുള്ള പിഹഹിരോത്തിന് നേരെ യാത്ര ചെയ്ത് മഗ്ദോലിന് മുമ്പിൽ പാളയമടിച്ചു. അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. എത്താം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് മാരയിൽ പാളയമടിച്ചു. മാരയിൽ നിന്ന് ഏലിമിലെത്തി പാളയമടിച്ചു. ഏലിമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദെഫോക്കയിൽ നിന്ന് ആലുഷിലും അവിടെ നിന്ന് റഫീദിമിലും എത്തി പാളയമടിച്ചു. റഫീദിമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. റഫീദിമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു. റിത്മായിൽ നിന്ന് പുറപ്പെട്ട് റിമോൻ പെരേസിലും അവിടെ നിന്ന് ലിബ്നയിൽ നിന്ന് റസായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹലത്തായിൽ എത്തി പാളയമടിച്ചു. കെഹലത്തായിൽ നിന്ന് പുറപ്പെട്ട് ഷെഫർ മലയിലും അവിടെ നിന്ന് ഹരാദയിൽ നിന്ന് മഗ്ഹേലാത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തെരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മോസെറത്തിലും എത്തി പാളയമടിച്ചു. മോസെറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബനയാക്കിനിലും അവിടെ നിന്ന് ഹോർഹദായിലും അവിടെ നിന്ന് യോദ്ബത്തായിൽ നിന്ന് അബ്രോനിലും എത്തി പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗെബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിലും കാദേശിലും അവിടെ നിന്ന് ഏദോം ദേശത്തിൻ്റെ അതിർത്തിയിലുള്ള ഹോർമലയിലും എത്തി പാളയമടിച്ചു. പുരോഹിതനായ അഹ്റോൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഹോർമലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹ്റോന് 123 വയസ്സുണ്ടായിരുന്നു. കാനാദേശത്ത് നെഗേബിൽ പാർത്തിരുന്ന കാനാന്യനായ ആരാദ് രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേലിയർ ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനയിലും അവിടെ നിന്ന് പുനോനിയിലും അവിടെ നിന്ന് ഓബോത്തിൽ നിന്ന് മോവാബിൻ്റെ അതിർത്തിയിലുള്ള ഈയെ അബാറിമിലും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ദിബോഗാദിലും അവിടെ നിന്ന് അൽമോദിബാലത്തയിലും അവിടെ നിന്ന് അബാറിം മലകളിൽ നോവാബിനും കിഴക്ക് വശത്തുമെത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മോവാബ് സമതലത്തിൽ പാളയമടിച്ചു. ആ പാളയം ബെത്ഷെമോത്ത് മുതൽ ആബേൽഷിത്തിം വരെ വ്യാപിച്ചിരിക്കുന്നു. ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മോവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു. ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും
ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം. പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 34 അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കാനാൻ ദേശം അതിരുകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിൻ്റെ അതിരുകൾ ഇവയാണ്. തെക്കേ അതിര് ഏദോമിൻ്റെ അതിർത്തിയിലുള്ള സീൻ മരുഭൂമിയായിരിക്കും. കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റത്തായിരിക്കും അതാരംഭിക്കുക. അവിടെ നിന്ന് തെക്കോട്ട് അക്രാബീം ചെരുവിലേക്ക് തിരിഞ്ഞ് സീൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദേശ് ബർണയിലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദ്ദാർ ഹസ്മോൻ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും. പടിഞ്ഞാറ് അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവുമായിരിക്കും. നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമാത്തിൻ്റെ കവാടത്തിലൂടെ സേദാദ് വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയുമാണ്. കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻ്റെ കിഴക്ക് റിബ്ല വരെ ആയിരിക്കും. വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്തു കടലിൻ്റെ കിഴക്കേ തീരത്ത് എത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും. ഇവയായിരിക്കും അതിരുകൾ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ 9 ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തുന്നതുമായ ദേശം ഇതാണ്. റൂബൻ, ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറിക്കോയുടെ കിഴക്ക് വശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതൻ എലിയാസറും നൂനിൻ്റെ മകൻ ജോഷയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ച് തരേണ്ടത്. അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം. താഴെ പറയുന്നവരാണ് അവർ: യൂദാ ഗോത്രത്തിൽ നിന്ന് യഫുന്നയുടെ മകൻ കാലേബ്, ശിമിയോൻ ഗോത്രത്തിൽ നിന്ന് അബിഹൂദിൻ്റെ മകൻ ഷെമുവേൽ, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിഷ്ലോൻ്റെ മകൻ എലിദാദ്, ദാൻ ഗോത്രത്തിൽ നിന്ന് യോഗ്ലിയുടെ മകൻ ബുക്കി. ജോസഫിൻ്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് എഫോദിൻ്റെ മകൻ ഹനിയേൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താൻ്റെ മകൻ കെമുവേൽ, സെബുലുൻ ഗോത്രത്തിൽ നിന്ന് പർനാക്കിൻ്റെ മകൻ എലിയാസാഫാൻ, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാൻ്റെ മകൻ പൽത്തിയേൽ, ആഷർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിൻ്റെ മകൻ അഹിഹൂദ്, നഫ്തോലി ഗോത്രത്തിൽ നിന്ന് അമിഹൂദിൻ്റെ മകൻ പെദാഹേൽ. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 35 അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യരുടെ പട്ടണങ്ങൾ. ജോർദാൻ അരികെ ജെറിക്കോയുടെ എതിർവശത്ത് മോവാബ് സമതലത്തിൽ വച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് ആജ്ഞാപിക്കുക. പട്ടണങ്ങൾക്ക് ചുറ്റും മേച്ചിൽ സ്ഥലങ്ങളും നിങ്ങൾ അവർക്ക് നൽകണം. പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനും മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ ആടുമാടുകൾക്കും മറ്റു മൃഗങ്ങൾക്കും മേയാനും ആകുന്നു. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളോട് ചേർന്ന് പട്ടണത്തിൻ്റെ മതിൽ മുതൽ പുറത്തേക്ക് 1000 മുഴം നീളത്തിൽ ചുറ്റും മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം. പട്ടണത്തിന് ചുറ്റും 2000 മുഴം വീതം കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും അളക്കണം. ഇത് അവരുടെ പട്ടണങ്ങളോട് ചേർന്ന മേച്ചിൽപ്പുറമായിരിക്കും. നിങ്ങൾ ലേവ്യർക്ക് പട്ടണങ്ങൾ നൽകുമ്പോൾ അവയിൽ 6 കൊലപാതകികൾക്ക് ഓടിയൊളിക്കാനുള്ള സങ്കേത നഗരങ്ങളായിരിക്കണം.
ഇവയ്ക്ക് പുറമെ 42 പട്ടണങ്ങൾ കൂടി കൊടുക്കണം. അങ്ങനെ ആകെ 48 പട്ടണങ്ങൾ. അവയുടെ മേച്ചിൽ സ്ഥലങ്ങളോട് കൂടി ലേവ്യർക്ക് നൽകണം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ അവകാശമായ പട്ടണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ച ഓഹരി അനുസരിച്ച് കൂടുതൽ ലഭിച്ചവർ കൂടുതലും കുറച്ച് ലഭിച്ചവർ കുറച്ചും പട്ടണങ്ങൾ കൊടുക്കണം. സങ്കേത നഗരങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബ്ദവശാൽ ആരെയെങ്കിലും വധിക്കുന്നവന് ഓടിയൊളിക്കാൻ സങ്കേത നഗരമായി ചില പട്ടണങ്ങൾ തിരഞ്ഞെടുക്കണം. കൊലപാതകി വിധി നിർണയത്തിനായി സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനു മുമ്പ് വധിക്കപ്പെടാതിരിക്കാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടാനുള്ള സങ്കേതങ്ങളായിരിക്കും ഈ പട്ടണങ്ങൾ. നിങ്ങൾ നൽകുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കും. സങ്കേത നഗരങ്ങളായി 3 പട്ടണങ്ങൾ ജോർദാനിക്കരയും 3 പട്ടണങ്ങൾ കാനാൻ ദേശത്തും കൊടുക്കണം. ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിൽപ്പെട്ടോ ആരെങ്കിലും മനഃപൂർവ്വമല്ലാതെ ആരെയെങ്കിലും വധിച്ചാൽ അവന് ഓടിയൊളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ 6 പട്ടണങ്ങൾ. എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ആരെയെങ്കിലും അടിച്ചിട്ട് അവൻ മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ്. കൊലപാതകി വധിക്കപ്പെടണം. കല്ലുകൊണ്ടുള്ള ഇടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ ഇടിച്ചവൻ കൊലപാതകിയാണ്. കൊലപാതകി വധിക്കപ്പെടണം. മരം കൊണ്ടുള്ള ആയുധത്താൽ അടികൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അടിച്ചവൻ കൊലപാതകിയാണ്. കൊലപാതകി വധിക്കപ്പെടണം. പ്രതികാരം ചെയ്യാൻ ചുമതലയുള്ള ബന്ധു തന്നെ ഘാതകനെ വധിക്കണം. കണ്ടുമുട്ടുമ്പോൾ അവനെ കൊല്ലണം. ആരെങ്കിലും വിദ്വേഷം മൂലം ഒരാളെ കുത്തുകയോ പതിയിരുന്ന് എറിയുകയോ ശത്രുത നിമിത്തം കൈകൊണ്ട് അടിക്കുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ പ്രഹരിച്ചവൻ വധിക്കപ്പെടണം. അവൻ കൊലപാതകിയാണ്. പ്രതികാരം ചെയ്യാൻ ചുമതലപ്പെട്ടവൻ കൊലപാതകിയെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ ഒരുവനെ പെട്ടെന്ന് കുത്തുകയോ പതിയിരിക്കാതെ അവൻ്റെ മേൽ എന്തെങ്കിലും എറിയുകയോ ശത്രുവല്ലാതെയും ദ്രോഹിക്കാൻ ആഗ്രഹമില്ലാതെയും കാണാതെ മാരകമാം വിധം അവൻ്റെ മേൽ കല്ലെറിയാനിടയാവുകയോ ചെയ്തിട്ട് അവൻ മരിച്ചാൽ ഘാതകനും പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവനും മധ്യേ ഈ കൽപ്പനകളനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം. സമൂഹം കൊലപാതകിയെ പ്രതികാരം ചെയ്യാൻ കടപ്പെട്ടവൻ്റെ കൈകളിൽ നിന്ന് രക്ഷിച്ച് അവൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിലേക്ക് തിരിച്ചയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ പ്രധാന പുരോഹിതൻ്റെ മരണം വരെ അവൻ അവിടെ തന്നെ താമസിക്കണം. എന്നാൽ കൊലപാതകി താൻ അഭയം തേടിയിരുന്ന സങ്കേത നഗരത്തിൻ്റെ അതിർത്തി വിട്ട് എപ്പോഴെങ്കിലും പുറത്തു പോവുകയും പ്രതികാരം ചെയ്യേണ്ടവൻ സങ്കേത നഗരത്തിൻ്റെ അതിർത്തിക്ക് പുറത്തു വച്ച് അവന് കണ്ടുപിടിച്ച് വധിക്കുകയും ചെയ്താൽ അവന് കൊലപാതക കുറ്റം ഉണ്ടായിരിക്കുകയില്ല. കാരണം പ്രധാന പുരോഹിതൻ്റെ മരണം വരെ അവൻ തൻ്റെ സങ്കേത നഗരത്തിൽ വസിക്കേണ്ടിയിരുന്നു. പുരോഹിതൻ്റെ മരണത്തിനു ശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് അവന് തിരിച്ചു പോകാം. ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും എല്ലാ തലമുറകളിലും നിയമവും പ്രമാണവും ആയിരിക്കും. ആരെങ്കിലും ഒരുവനെ കൊന്നാൽ കൊലപാതകി സാക്ഷികൾ നൽകുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വധിക്കപ്പെടണം. ഒരാളുടെ മാത്രം സാക്ഷ്യം ആസ്പദമാക്കി ആരെയും വധിക്കരുത്. കൂടാതെ മരണശിക്ഷയ്ക്ക് അർഹനായ കൊലപാതകിയുടെ ജീവന് വേണ്ടി മോചനദ്രവ്യം നിങ്ങൾ സ്വീകരിക്കരുത്. അവൻ വധിക്കപ്പെടുക തന്നെ വേണം. സങ്കേത നഗരത്തിൽ ഓടിയൊളിച്ചവൻ മഹാപുരോഹിതൻ്റെ മരണത്തിനു മുമ്പ് സ്വന്തം ദേശത്ത് തിരിച്ചു വന്ന് താമസിക്കുന്നതിനു വേണ്ടി നിങ്ങൾ മോചനദ്രവ്യം സ്വീകരിക്കരുത്. നിങ്ങൾ അധിവസിക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത്. എന്തെന്നാൽ രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു. രക്തം ചൊരിഞ്ഞവൻ്റെ രക്തമല്ലാതെ ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിന് പ്രായശ്ചിത്തം സാധ്യമല്ല. കർത്താവായ ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഭൂമി നിങ്ങൾ അശുദ്ധമാക്കരുത്. സംഖ്യയുടെ പുസ്തകത്തിനുള്ള വായന 36-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിവാഹിതയുടെ അവകാശം. ജോസഫിൻ്റെ ഗോത്രത്തിൽ മനാസയുടെ മകനായ മാക്കീറിൻ്റെ മകൻ ഗിലിയാദിൻ്റെ കുടുംബത്തലവന്മാർ മോശയുടെയും
ഇസ്രായേലിലെ ഗോത്രപ്രമാണികളായ ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ വന്നു പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ കർത്താവ് അങ്ങയോട് കൽപ്പിച്ചല്ലോ. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിൻ്റെ അവകാശം അവൻ്റെ പുത്രിമാർക്ക് കൊടുക്കാനും കർത്താവ് അങ്ങയോട് കൽപ്പിച്ചു. എന്നാൽ അവർ ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളിൽപ്പെട്ടവരുമായി വിവാഹിതരായാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് കൈമാറി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരും. അങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഇസ്രായേൽ ജനത്തിൻ്റെ ജൂബിലി വരുമ്പോൾ അവരുടെ ഓഹരി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിൻ്റെ അവകാശത്തോട് ചേരുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. കർത്താവിൻ്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. കർത്താവ് സെലോഫഹദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്നത് ഇതാണ്: തങ്ങൾക്കിഷ്ടമുള്ളവരുമായി അവർക്ക് വിവാഹബന്ധമാകാം, എന്നാൽ അത് തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിരിക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറരുത്. ഇസ്രായേലിൽ ഓരോരുത്തരും താങ്കളുടെ പിതൃഗോത്രത്തിൻ്റെ അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കണം. ഇസ്രായേൽ ജനത്തിൽ ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തേണ്ടതിന് ഇസ്രായേൽ ജനത്തിൻ്റെ ഏതെങ്കിലും ഗോത്രത്തിൽ അവകാശമുള്ള സ്ത്രീ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബത്തിൽ ഒരാളുടെ ഭാര്യയാകണം. അങ്ങനെ ചെയ്താൽ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രങ്ങളിൽ ഓരോന്നും സ്വന്തം അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കും. സെലോഫഹാദിൻ്റെ പുത്രിമാർ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. മഹ്ല, തിർസ, ഹോഗ്ല, മിൽക്ക, നോവ എന്നിവയായിരുന്നു സെലോഫഹാദിൻ്റെ പുത്രിമാർ. അവർ തങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി. ജോസഫിൻ്റെ മകനായ മനാസിയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ അവർ വിവാഹിതരാവുകയും അവരുടെ ഓഹരി പിതൃകുടുംബത്തിൻ്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ഇവയാണ് ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാന് സമീപം മോവാബ് സമതലത്തിൽ വച്ച് കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.